ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം. ഇന്നത്തെ പ്രഭാതത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് വിശുദ്ധ ദിവസമാണ്. ഈ വിശുദ്ധ ദിവസത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ദിവസത്തെ ആരംഭിക്കാം. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസത്തെ ആരംഭിക്കാം. അതിനായി ഈ മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു വിളിക്കുന്നു, പ്രതികരണം വൈകുന്നു എന്നുള്ളതാണ്. അതിനാധാരമായി ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 4-ാമത്തെയും 5-ാമത്തെ വാക്യം, അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കുകയാണ്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ് ഇന്ന് ചിന്തിക്കുന്ന വിഷയം? യേശു വിളിക്കുന്നു, എന്നാൽ ആ വിളിയോടുള്ള നമ്മുടെ പ്രതികരണം വൈകുന്നു എന്നാണ്. ലോകരക്ഷകൻ സൊദോമും ഗൊമോറയും നശിപ്പിക്കപ്പെടാൻ കാരണമായതിലും വലിയ പാപങ്ങൾ ഉണ്ടെന്ന് പ്രസ്താവിക്കുന്നു. ഈ ലോകത്തിൽ സൊദോം ഗൊമോറയുടെ പാപം ഏറ്റവും വലുതായതുകൊണ്ട് ദൈവം അതിനെ നശിപ്പിച്ചു. എന്നാൽ അതിലും വലിയ പാപം ഈ ലോകത്തിലുണ്ട് എന്ന് ലോകത്തിൻ്റെ രക്ഷകനായ കർത്താവ് യേശു ക്രിസ്തു പ്രസ്താവിക്കുകയാണ്. മാനസാന്തരപ്പെടുവാനുള്ള സുവിശേഷത്തിൻ്റെ ക്ഷണം അല്ലെങ്കിൽ ആഹ്വാനം നമ്മൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ സൊദോം ഗൊമോറയിൽ സംഭവിച്ചതിനേക്കാളും വലിയ പാപത്തിൽ നമ്മൾ ആയിത്തീരുകയാണ്. ദൈവം മുമ്പാകെ നമ്മൾ അവരെക്കാൾ അധികം കുറ്റക്കാരായിത്തീരുകയാണ്. അതിനേക്കാൾ അധികം പാപം ചെയ്യുന്നവർ ഒരുപക്ഷെ ഉണ്ടാകാം. ദൈവത്തെ അറിയുന്നവരെന്നും ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരെന്നും പ്രസ്താവിക്കുകയും എന്നാൽ സ്വഭാവത്തിലും ദൈനംദിന ജീവിതത്തിലും ക്രിസ്തുവിനെ തള്ളിപ്പറയുകയുമാണ് ആ കൂട്ടർ. രക്ഷകന്റെ മുന്നറിയിപ്പിൻ്റെ വെളിച്ചത്തിൽ സൊദോമിൻ്റെ ദുർവിധി ഒരു ദിവ്യ ഉപദേശമായി നമ്മൾ മനസ്സിലാക്കണം. കേവലം പാപത്തിൻ്റെ കാരണക്കാർക്ക് മാത്രമല്ല, സ്വർഗം നൽകിയ വെളിച്ചത്തെയും അവസരങ്ങളെയും നിസ്സാരമാക്കുന്നവർക്ക് കൂടി ഉള്ളതാണ് ആ ഉപദേശം. പ്രിയമുള്ളവരെ, ദൈവം സൊദോം ഗൊമോറയിലൂടെ നമ്മളെ ഉപദേശിക്കുന്നത് പാപത്തിൻ്റെ കാരണക്കാർക്ക് മാത്രമുള്ളതല്ല, സ്വർഗം നൽകിയ വെളിച്ചത്തെയും അവസരങ്ങളെയും നിസ്സാരമാക്കുന്നവർക്ക് കൂടിയുള്ളതാണ് ആ ശിക്ഷാവിധി എന്ന ഉപദേശം. അതുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ യേശുവിൻ്റെ ദൈവവചനത്തിലേക്കുള്ള വിളി നമുക്ക് ലഭിക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണാതെ, അതിനോട് അനുസരണക്കേട് കാണിക്കാതെ, അതിനെ തള്ളിക്കളയാതെ അതിനെ സ്വീകരിച്ച് അതിനോട് ശക്തമായി പ്രതികരിക്കാൻ നമുക്കിടയായി തീരണം. രക്ഷകൻ തൻ്റെ സ്നേഹത്തിൻ്റെയും പാപക്ഷമയുടെയും വാഗ്ദാനത്തിനുള്ള പ്രതികരണത്തിനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യേശു നമ്മളെ വിളിക്കുമ്പോൾ, തൻ്റെ വചനത്തിലൂടെ, തൻ്റെ വാക്കുകളിലൂടെ, തൻ്റെ പ്രവൃത്തിയിലൂടെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. വീട് വിട്ടലഞ്ഞ് കഷ്ടം അനുഭവിക്കുന്ന ഒരു മകനോടോ മകളോടോ ക്ഷമിക്കുവാൻ ഭൗതിക മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുന്നതിലും അധികം അലിവോടെയുള്ള അനുകമ്പയാണ് രക്ഷകൻ കാട്ടുന്നത്. നമ്മുടെ വീട് വിട്ട് നമ്മളെ വിട്ടുപോയ നമ്മുടെ മക്കൾ തിരികെ വരാൻ വേണ്ടി നമ്മുടെ ഹൃദയം എത്രമാത്രം നമ്മൾ പ്രയാസത്തോടെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതിലും വലിയ അനുകമ്പയോടെയാണ് നമ്മുടെ രക്ഷകൻ നമ്മളെ വിളിക്കുന്നത്. വഴിതെറ്റിപ്പോയവരുടെ പിന്നാലെ വന്നവൻ വിളിക്കുകയാണ്, എങ്കിലേക്ക് മടങ്ങി വരിക എന്ന്. ഞാൻ നിങ്ങളുടെ എങ്കിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. തെറ്റിപ്പോയവർ പക്ഷെ തന്നെ വിളിക്കുന്ന ശബ്ദത്തെ നിരന്തരം ബോധപൂർവം നിരസിച്ച് നൊമ്പരപ്പെടുന്ന ആർദ്ര സ്നേഹത്തെ അവഗണിച്ചാൽ ഒടുവിൽ അന്ധകാരത്തിൽ തള്ളപ്പെടും. അത് നമ്മൾ മറന്നു പോകരുത്. നിരന്തരമായി തെറ്റിപ്പോയവരെ സ്നേഹപൂർവ്വം വിളിക്കുമ്പോൾ അതിനെ ബോധപൂർവം നിരസിച്ച് തൻ്റെ നൊമ്പരപ്പെടുന്ന തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയത് തിരികെ വരാത്തതിലുള്ളതായ വേദനയോടെ ആർദ്രമായ സ്നേഹത്തെ നമ്മൾ അവഗണിച്ച് കളഞ്ഞാൽ അന്ധകാരത്തിൽ നമ്മൾ തള്ളപ്പെടുമെന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ കരുണയെ ഏറെക്കാലം നിസ്സാരമാക്കിയ ഹൃദയം പാപത്തിൽ കഠിനപ്പെടുകയും പിന്നെ ദൈവകൃപയുടെ സ്വാധീനത്തിന് സാധ്യതയില്ലാതായി തീരുകയും ചെയ്യുമെന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഭയാനകമായിരിക്കും ആ അനുഭവം, ആ ആത്മാവിൻ്റെ അന്ത്യനാശം. അതിനെക്കുറിച്ച് രക്ഷകൻ അന്ത്യത്തിൽ പ്രഖ്യാപിക്കും. എഫ്രയീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു എന്ന് അവനെ വിട്ടുകളക. ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടും പാപലോകത്തിൻ്റെ ആനന്ദത്തിലേക്ക് തിരിഞ്ഞു പോയവരെക്കാൾ കൂടുതൽ സഹിക്കാവതാകും സമതലത്തിലെ ആ നഗരങ്ങൾക്ക് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കരുണയുടെ വാഗ്ദാനങ്ങളെ നിസ്സാരമാക്കുന്ന നിങ്ങൾ സ്വർഗത്തിലെ പുസ്തകങ്ങളിൽ നിങ്ങൾക്കെതിരെ കുന്നുകൂടുന്ന കണക്കുകൾ, ചിത്രങ്ങളുടെ നീണ്ട നിരയെക്കുറിച്ച് ചിന്തിക്കണം.
ദേശങ്ങളുടെയും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും അധർമ്മങ്ങളുടെ പൂർണ്ണരേഖ സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്നത് നമ്മൾ മറന്നു പോകരുത്. കണക്കെടുപ്പ് ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ദൈവം ഏറെക്കാലം സഹിഷ്ണുത കാണിക്കും. അനുതാപത്തിനായുള്ള ആഹ്വാനവും പാപക്ഷമയ്ക്കായുള്ള വാഗ്ദാനങ്ങളും നിലനിൽക്കുന്നിടത്തോളം അതുണ്ടാകും. പക്ഷേ കണക്ക് പൂർത്തിയാകുന്ന ഒരു കാലം വരും. ആ മനുഷ്യാത്മാവിൻ്റെ തീരുമാനമുണ്ടാകുന്ന സമയം ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം തിരഞ്ഞെടുപ്പ് തീരുമാനം കൊണ്ട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അന്ത്യവിധി ഉറപ്പാക്കും. ന്യായവിധി നടപ്പാക്കാനുള്ള സൂചന അപ്പോഴുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ തീരുമാനമാണ്. നമ്മൾ എന്ത് തീരുമാനിക്കുന്നു? യേശുവിൻ്റെ വിളി സ്വീകരിക്കുവാൻ തീരുമാനിക്കുന്നുവോ അതെ അവഗണിക്കുവാൻ തീരുമാനിക്കുന്നുവോ? സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് സന്തോഷവും സമാധാനവും, അവഗണിച്ചാൽ അന്ത്യന്യായവിധി നമ്മുടെ മേലുണ്ടാകും. നമ്മൾ അന്ധകാരത്തിൽ തള്ളപ്പെടുമെന്നത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു വിളിക്കുന്നു, നമുക്കതിനോട് സ്നേഹത്തോടെ പ്രതികരിക്കാം. ആ വിളിയെ നമുക്ക് സ്വീകരിക്കാം. അതിനായി ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ ഉണർത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ വിളിക്കുന്നു. എത്ര സ്നേഹമായി ഞങ്ങൾ കർത്താവെ അങ്ങയിൽ നിന്ന് തെറ്റിപ്പോയപ്പോഴും ഞങ്ങൾ അങ്ങയുടെ വിളിയെ പല പ്രാവശ്യം അവഗണിച്ചപ്പോഴും അവിടുന്ന് ഞങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു. ആ വിളി കർത്താവെ, ഞങ്ങൾ ആ വിളിയോട് പ്രതികരിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ ഞങ്ങൾക്ക് നിത്യതയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളതിനെ നിരന്തരമായി മനഃപൂർവ്വം അവഗണിച്ചാൽ സ്വർഗ്ഗപിതാവെ, ഞങ്ങൾക്കൊരു ശിക്ഷാവിധിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ അങ്ങയുടെ വിളിയെ സ്വീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും കർത്താവ് വിളിയോട് പ്രതികരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ താഴ്ത്തുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിച്ച് അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് ജീവൻ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗ്ഗപിതാവേ. ഏവർക്കും ഏറ്റവും നല്ല ഒരു ശബദ ദിവസം നേരുന്നു. ഈ ശബദിൻ്റെ വിശുദ്ധ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇടയാക്കട്ടെ. ആദ്യം മുതൽ അവസാനം വരെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.